എടായി പ്രാതയായി എന്തൊരു മാമ ചുമ്മാ മാമ മാമ പോടാ പോടാ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോ. എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എടാ ചെറുക്ക, എന്തിനടാ ഇങ്ങനെ മാനം കെട്ടി ജീവിക്കുന്നത്? മാമ അതല്ല. ഏതല്ല? എടാ നിന്റെ ഭാര്യ എങ്ങനെയാടാ ഇനി നാട്ടുകാരെ മുഖത്ത് നോക്കുന്നത്? ഭാര്യയുടെ കാര്യം പോട്ട്, പ്രായമായ 2 മക്കളല്ലേ, അവരെ കാര്യമെങ്കിലും നീ ഒന്ന് ആലോചിക്കാത്തത്? അയ്യയ്യയ്യേ, മാനം കെട്ട ചെറുക്കൈ. വിട്ടോ വിട്ടോ, മേലാൽ എൻ്റെ അടുത്ത് വർത്താനം പറയാനും വരല്ലേ. എൻ്റെ വീട്ടിലോട്ട് നീ വരരുത്, പൊക്കോ. ഞാൻ ഒന്ന് പറയണ കേക്കി മാമ. നീ ഒരു നൊട്ടിയും പറയണ്ട, പൊക്കോടാ, എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോ. എൻ്റെ കാലെല്ലാം തരിച്ചു വരെയാണ്. ഞാൻ കാലും അടക്കി ഒരു അടിയടിച്ച് തന്നോണ്ടല്ല. അയ്യേ, മാനം കെട്ട ചെറുക്കൻ. നീ എൻ്റെ ചേടാനാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേട്. എനിക്കിപ്പോൾ റോട്ടി ഇറങ്ങി നിൽക്കാന്ന് വെറുതെയില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ല മാമ. ഞാൻ പിന്നെ എങ്ങനെ പറയണമെന്ന്? റോട്ടി ഇറങ്ങി നടക്കാമെന്ന് വെറുതെയില്ല. ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങളെ ചാഴാറ എന്തിനാണ് കാണിച്ചതെന്ന്. അയ്യയ്യയ്യേ, മാനം കെട്ട അലവലാതി ചെറുക്കൈ. പോടാ, പോ പോ, എൻ്റെ കൺമുമ്പിൽ നിന്ന് പോ. ഞാൻ പറയട്ടെ. നീ ഒരു നൊട്ടിയും പറയണ്ട, പോടാ. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. എന്തൊരു പറയുമെന്ന് നീ? ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. എങ്ങനെ എങ്ങനെ? ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ ഒരുത്തനാണെന്ന്. ഓ, ഇനി എൻ്റെ തലയെ കൊണ്ടുപോയി. എന്നിട്ട് വേണം എൻ്റെ വീട്ടിൽ നിൻ്റെ മാമിയുടെ മുമ്പ് ഞാൻ മാനം കെടാൻ വേണ്ടി. നിങ്ങളല്ലേ എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചത്? യാത് കുഴിയിൽ ഞാൻ ചാടിച്ചെന്ന്? നിങ്ങൾ എന്നെ കൊണ്ട് എന്നെ അവിടെ ചേർത്തത്. എവിടെ ചേർത്തെന്ന്? യോഗയ്ക്ക് കൊണ്ട് ചേർത്തത് നിങ്ങളല്ലേ മാമ? യോഗയ്ക്ക് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പോക്കർത്തരം കാണിക്കാനാണ് യോഗയ്ക്ക് കൊണ്ട് ഞാൻ ചേർത്തത്. ഞാൻ എന്തിനു പോക്കർത്തരം കാണിച്ച്? എടാ ചെറുക്കാ, നിൻ്റെ ദേഷ്യം മാറാനും ഭാവിയിൽ ഒരു നല്ല രീതിയിൽ പോകാനും വേണ്ടിയാണ് ഞാൻ നിന്നെ യോഗയ്ക്ക് കൊണ്ടാക്കിയത്. നീ ചെയ്തത് എന്തരാണ് യോഗയ്ക്ക് പോയതിന് ശേഷം? ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തത്. നീ എന്തൊരു പറഞ്ഞ പോലെ ചെയ്തത്? ഞാൻ സാറ് പറയുമ്പോൾ തന്നെ എല്ലാം ചെയ്തത്. എന്തരാണ് സാർ പറയും പോലെ? യോഗ സാറ് പറഞ്ഞ് രാവിലെ സൂര്യ ഉദിക്കുമ്പോൾ എണീക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് കഴിച്ചിട്ട് എന്ത് ചെയ്യും? സാറ് പറഞ്ഞ പോലെ ശ്വാസം വലിച്ചു വിടും, ശ്വാസകത്തോട്ടെടുക്കും. അതുപോലെ തന്നെ ഞാൻ ചെയ്തത്. ഓ, എന്തൊരു ന്യായം പറച്ചില്ലേ. എടാ, നിന്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആരടാ? സന്തോഷ്. അപ്പം എൻ്റെ സഹോദരിക്ക് തുണി നനച്ചിടാൻ നിവർത്തിയില്ല, തുണി ഉണക്കി ഇടാൻ വേണ്ടി മുകളിൽ കയറി വരാൻ നിവർത്തിയില്ല, അടുക്കളയിൽ ജോലി ചെയ്യാൻ നിവർത്തിയില്ല. എന്തൊക്കെ എടുക്കാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ? മാമ, നമ്മൾ യോഗാചാര്യം പറഞ്ഞ് എന്തൊരു പറഞ്ഞെന്ന്? യോഗ ചെയ്യുമ്പം ശ്രദ്ധ മുഴുവൻ ഏതെങ്കിലും ബിന്ദുവിനെ കേന്ദ്രീകരിച്ച് ചെയ്യണമെന്ന്. അതിനെ മാമ, നമ്മൾ അടുത്തൊന്നും വേറെ ബിന്ദുക്കളില്ല. ഈ സന്തോഷിന്റെ അനിയത്തി ബിന്ദു മാത്രമേ ഉള്ളൂ മാമ. ഓ, അതുകൊണ്ടാണ് നീ അതിനെ നോക്കിക്കൊണ്ടിരുന്നത്? ഞാൻ അതുകൊണ്ടല്ലേ ആ ബിന്ദുവിനെ നോക്കി യോഗ ചെയ്തത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല മാമ. അയ്യോ, കഷ്ടം. മാമൻ തെറ്റിദ്ധരിച്ചതാ. യോഗാചാര്യൻ ശ്രദ്ധ മുഴുവനും ഏതെങ്കിലും ഒരു ലളിതയിൽ കേന്ദ്രീകരിക്കണമെന്ന് പറയാത്തത് എൻ്റെ ഭാഗ്യം. എടാ, എൻ്റെ ഭാര്യ, അതായത് നിന്റെ മാമി, അവളെ പേര് ലളിതയെന്നല്ലേ? അതിനെപ്പറ്റി സംശയം? ഇതും കേട്ടോണ്ട് യോഗ ചെയ്യാൻ വേണ്ടി നൂല് കെട്ടി പിടിച്ച പോലെ നീ എൻ്റെ വീട്ടിൽ വരും. അവളെ നോക്കിക്കൊണ്ടിരുന്ന് യോഗ ചെയ്യുകയും ചെയ്യും. ഞാനാകെ പെട്ടും പോവും. എന്തൊരു മാമ! വാ